ഈ വീഡിയോയിൽ നമുക്ക് ഇനി എങ്ങനെയാണ് മൾട്ടി ഡൈമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ മൾട്ടി ഡൈമെൻഷണൽ അറേക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റിയത് നമ്മളുടെ മെട്രിക്സ് ഒക്കെയാണ്. ഈ മെട്രിക്സ് ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു അറയ്ക്കകത്ത് മൾട്ടിപ്പിൾ അറേ വരുന്ന രീതിക്കാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതൊരു അറേ ആക്കുകയാണെങ്കിൽ ഈ 1 2 എഴുതിയത് കണ്ട ഈ ഒരു റോ ഒരു അറയും ഈ 3 4 എന്നുള്ളത് വേറൊരു അറേ ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒരൊറ്റ അറേ ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ വരിക. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ മൾട്ടി ഡൈമെൻഷണൽ അറേ യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മറ്റൊരു യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു പ്രോഗ്രാം എഴുതണം, അതായത് 10 ലൊക്കേഷൻ്റെ GPS കോർഡിനേറ്റ്സ് സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വരുവാണെങ്കിൽ നിങ്ങൾ അവിടെ ചൂസ് ചെയ്യേണ്ടത് മൾട്ടി ഡൈമെൻഷണൽ അറേ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു GPS കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അതിനുണ്ടാവും. അപ്പോൾ ഒരേ സമയം ഒരു അറയ്ക്കകത്ത് നമ്മൾ മൾട്ടിപ്പിൾ അറേ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മൾട്ടിപ്പിൾ അറയ്ക്കകത്ത് 2 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. ഇത് കുറച്ച് ട്രിക്കിയാണ്. ഇതിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ മനസ്സിലാവണമെന്നില്ല. 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ്. ആദ്യം ഞാൻ ഒരു സാധാ വഴി എങ്ങനെയാണിത് ക്രിയേറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഫോർ ലൂപ്പൊന്നും യൂസ് ചെയ്യാതെ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സാമ്പിൾ ഈ ഒരു മെട്രിക്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ ഇത് രണ്ട് സൈഡാക്കി വയ്ക്കുകയാണ്. നമുക്ക് ഈ ഒരു മെട്രിക്സ് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മളൊരു ഇൻറ്റീജർ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇൻറ്റ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ മാറ്റ് എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഇനി നമ്മൾ ആസ് യൂഷ്വൽ അറേ ക്രിയേറ്റ് ചെയ്യണ പോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. അത് പക്ഷേ നമ്മൾ 2 ഓപ്പൺ ക്ലോസ് ചെയ്യണം. നേരത്തെ ഒരെണ്ണമാണ് നമ്മൾ ചെയ്തത്. അത് സിംഗിൾ ഡൈമെൻഷനൽ ആയതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇത് മൾട്ടി ഡൈമെൻഷനലാണ്, അതായത് 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ 2 സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തു. ഇതിൽ ഫസ്റ്റത്തെ സ്ക്വയർ ബ്രാക്കറ്റ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് റോസിനെയാണ്. അപ്പോൾ നമുക്കിവിടെ 2 റോയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 ടൈപ്പ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് 2 കോളമാണ് ഉള്ളത്. അതുകൊണ്ട് സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ 2 ടൈപ്പ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മളൊരു 2x2 മെട്രിക്സ് അല്ലെങ്കിൽ 2x2 മൾട്ടി ഡൈമെൻഷണൽ അറേ ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഡിക്ലറേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈക്വൽ ടു ഇടുക. നേരത്തെ നമ്മൾ സാധാ അറേ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. ഈ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് പിന്നെയും കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 1 2 റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു അറയും 3 4 റെപ്രസെൻ്റ് ചെയ്യുന്നത് മറ്റൊരു അറയാണ്. അപ്പോൾ ഈ ഒരു അറയ്ക്കകത്ത് നമ്മൾ പിന്നെയും അറകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ അറേ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് പിന്നെയും കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ 1 2 എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് അറേ, അതായത് 1 2ൻ്റെ ആ ഒരു അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഈ ഫസ്റ്റ് അറേ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കേർലി ബ്രാക്കറ്റിൻ്റെ അവിടെ വന്നിട്ട് ഒരു കോമ ഇടണം. കാരണം നമുക്ക് അടുത്ത അറേ ക്രിയേറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ കോമ വെച്ചിട്ടാണ് അടുത്ത അറേ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അടുത്ത അറേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എൻ്റർ പ്രസ് ചെയ്തിട്ട് കേർലി ബ്രാക്കറ്റ് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സെക്കൻഡ് റോ, അതായത് 3 4 നമ്മൾ ടൈപ്പ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു അറേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ മെയിൻ കേർലി ബ്രാക്കറ്റിൻ്റെ ലാസ്റ്റായിട്ട് ഒരു സെമിക്കോളൻ ഇടുക. ഇങ്ങനെ നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ മെട്രിക്സിൻ്റെ ആ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഈ ഒരു 1ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 1, 2ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 2, 3യുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 1, 4ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 2 2. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അറേയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നോർമൽ കേസിലാണ്, അതായത് നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ സെക്കൻഡ് സെമ്മിൽ ഒക്കെ ആയിട്ട്, ആ ഒരു രീതിയാണ് പറഞ്ഞത്. അപ്പോൾ അറേയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, 1 1ന് പകരം ഈ ഫസ്റ്റ് എലമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 0 ആണ്. അതേപോലെ ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ
0,1 എന്നാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ മറ്റേ റിയൽ നമ്പർ എന്ന് ഒരെണ്ണം ജസ്റ്റ് കുറച്ച് പറയുന്നു. അതായത് 1,1 എന്നുള്ളത് 0,0യും 1,2 എന്നുള്ളത് 0,1 എന്നും ആവുന്നു. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 1,0യും അതേപോലെ 1,1ഉം അങ്ങനെയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇനി ഡാറ്റ ആക്സസ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻഡെക്സ് അനുസരിച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ എനിക്ക് ഈ ഒരു 4th എലമെൻറ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സി ഔട്ടിൽ മാറ്റിനെ നമ്മൾ അറേയുടെ പേര് കോൾ ചെയ്തു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു റോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഇൻഡെക്സ് ആണ്, അതുകൊണ്ട് ഞാൻ 1 ടൈപ്പ് ചെയ്ത്. അപ്പോൾ ഈ ഒരു റോയുടെ ഇത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഇനിയുള്ളത് കോളമാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. 4th നമ്പർ, അതായത് നമ്മുടെ 4 എന്ന് പറയുന്ന എലമെൻ്റ് ഇരിക്കുന്നത് സെക്കൻഡ് റോയിൽ സെക്കൻഡായിട്ടുള്ള എലമെൻ്റാണ്. അതുകൊണ്ട് നമ്മൾ 2 - 1 ചെയ്യുകയാണെങ്കിൽ 1 എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഡെക്സാണ് വരുന്നത്. ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ 4 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി വരുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ നമുക്ക് സെക്കൻഡ് എലമെൻറ്റ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഈ സെക്കൻഡ് എലമെൻറ്റിൻ്റെ റോ ഇരിക്കുന്നത് 0th ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ 0 ആക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ 2 പ്രിൻ്റ് ആയി വരും. ഇനി അതേപോലെ നമുക്ക് ഈ 3 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ നമ്മളിവിടെ 1 എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് എലമെൻ്റ് ആണ് കിട്ടേണ്ടത്. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് 0 ആണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് 1 0 എന്നുള്ള ആ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ഇനി പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് 3 എന്നും പറഞ്ഞിട്ട് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻഡെക്സ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഡാറ്റ മാറ്റാനായിട്ട് നമ്മൾ നേരത്തെ സാധാ അറേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ആ സെയിം മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു 3 മാറ്റിയിട്ട് 5 ആക്കണമെങ്കിൽ എനിക്ക് ആ ഒരു ഇൻഡെക്സ് റെഫറൻസ് കൊടുക്കുക, അതായത് മാറ്റ് 1,0 എന്നുള്ള ആ രീതിക്ക്. എന്നിട്ട് ഈക്വൽ ടു നമുക്ക് വേണ്ട നമ്പർ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 5 ആക്കണമെങ്കിൽ ഞാൻ ഇത് ജസ്റ്റ് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് അത് ചേഞ്ച് ചെയ്ത് എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ആ 5 എന്നുള്ള വാല്യൂ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 3 മാറിയിട്ട് 5 ആയി. നമുക്കതുകൊണ്ടാണ് സി ഔട്ട് ചെയ്തപ്പോൾ 5 എന്നുള്ള വാല്യൂ കിട്ടിയത്. അങ്ങനെയാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് എങ്ങനെയാണ് ഫോർ ലൂപ്പ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും പ്രിൻ്റ് ചെയ്യണതും എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം.